പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി. നിലവിൽ പദ്ധതിയുടെ 19 ഗഡുക്കളുടെ വിതരണം പൂർത്തിയായി. ഇനി കിസാൻ നിധിയുടെ 20ാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് കിസാൻ ഗുണഭോക്താക്കൾ. 20ാം ഗഡുവിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. നിലവിൽ 19 ഗഡുക്കളിലൂടെ 38,000 രൂപ PM കിസാൻ അംഗങ്ങളായ കർഷകർക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. വർഷത്തിൽ 6,000 രൂപ 3 ഗഡുക്കളിലായി 4 മാസത്തിലൊരിക്കൽ 2,000 രൂപ വീതമായാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലും 25 ലക്ഷത്തോളം കർഷകർക്ക് ഈ ആനുകൂല്യം കിസാൻ നിധി വഴി ലഭിച്ച് വരുന്നുണ്ട്. നിലവിൽ 20ാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ. 20ാമത്തെ ഗഡുവിന്റെ വിതരണ കാലയളവ് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നീ 4 മാസങ്ങളിലായാണ് ഈ 20ാം ഗഡുവിന്റെ വിതരണ കാലാവധി. ഈ ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസം 20ാം ഗഡുവിന്റെ വിതരണം ഉണ്ടാകും എന്നാണ് വരുന്ന സൂചനകൾ. തിരിച്ചു നൽകേണ്ടാത്ത ഈ ധനസഹായം കർഷകർക്ക് വളരെ വലിയ ആശ്വാസമാണ്. അതുമാത്രമല്ല, കിസാൻ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന രീതിയിൽ ഒരു ലോൺ പദ്ധതി കൂടി നടത്തി വരുന്നുണ്ട്. ഏപ്രിൽ മാസം മുതൽ പുതുക്കിയ നിരക്കായ പരമാവധി 5 ലക്ഷം രൂപ വരെ വായ്പ നമുക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കും. മാത്രമല്ല, പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഈടില്ലാതെ ഈ പദ്ധതി വഴി വായ്പ ലഭിക്കുന്നതാണ്. 1,60,000 രൂപയായിരുന്നു മുൻപ് KCC വായ്പാ പദ്ധതി വഴി ഈടില്ലാതെ ലഭിച്ചിരുന്നതെങ്കിൽ അത് ഇപ്പോൾ 2 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈടുരഹിത വായ്പയായി 2 ലക്ഷം രൂപ ലഭിക്കുന്നത് കർഷകർക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് കൃഷി സ്ഥലവും കൃഷിയും ഒക്കെ ഉണ്ടെങ്കിൽ ഈടുകൂടി നൽകി നമുക്ക് 5 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുവാനും ഈ പദ്ധതി വഴി സാധിക്കും. കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് ലഭിക്കുന്ന ഇത്തരം പദ്ധതികൾ ഉപയോഗപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകൾ വഴിയൊക്കെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ വെക്കുന്നതിന് സാധിക്കും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ വെച്ചാൽ നമുക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും. മറ്റ് ലോണിൽ വായ്പാ കുടിശ്ശികയോ അല്ലെങ്കിൽ സിബിൽ സ്കോറിൽ പോരായ്മ ഉള്ളവർക്കൊക്കെ ഈ പദ്ധതി വഴി ലോൺ ലഭിക്കുന്നതല്ല. PM കിസാൻ കർഷകർക്കും കിസാൻ സമ്മാൻ നിധിയിൽ അംഗമല്ലാത്ത കർഷകർക്കും ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അഥവാ KCC വായ്പ ലഭിക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്: കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾ ഒറ്റത്തവണ ഇലക്ട്രോണിക് KYC ചെയ്തവർക്കൊക്കെയാണ് നിലവിൽ PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നത്. ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളും എല്ലാവരും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി എല്ലാ അംഗങ്ങൾക്കും തടസ്സമില്ലാതെ ഈ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി ഇതിലേക്ക് യാതൊരു ക്രമീകരണങ്ങളും ചെയ്യേണ്ടതില്ല. 19ാം ഗഡു തടസ്സമില്ലാതെ ലഭിച്ചവർക്കെല്ലാം 20ാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കതിർ ആപ്ലിക്കേഷൻ എന്ന ഒരു ആപ്പ് കൂടി വികസിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കർഷകർക്ക് സർക്കാരിന്റെ വിവിധ സാമ്പത്തിക സഹായങ്ങൾ, സബ്സിഡി സ്കീമുകൾ, വിള ഇൻഷുറൻസ് തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും എല്ലാം ലഭിക്കുന്നതിനാണ് കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് ID ക്രിയേറ്റ് ചെയ്യണം എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയിലുള്ളവരും കിസാൻ നിധിയിൽ അംഗമല്ലാത്ത കർഷകർക്കും കർഷക ID ജനറേറ്റ് ചെയ്യാവുന്നതാണ്. കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, കർഷകന്റെ ഡീറ്റെയിൽസ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, കർഷകന്റെ ഫോട്ടോ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ട രേഖകൾ. അതിനാൽ തന്നെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ കർഷകരെല്ലാം ശ്രദ്ധിക്കുക. എന്നാൽ PM കിസാൻ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വാർത്തകളൊക്കെ മുൻപ് വന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്ന കാര്യം കൂടി എല്ലാവരും ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്